വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റൈൽ സോഫ ആൻഡ് കർട്ടൺ ബൈപ്പാസ് ജംഗ്ഷൻ കാവുങ്കൽ മലപ്പുറം. സീബ്ര കർട്ടൺ സ്വന്തമായി എങ്ങനെ വീട്ടിൽ വെച്ച് ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പല കസ്റ്റമേഴ്സും വിളിച്ചു ചോദിക്കാറുണ്ട്, ഇതിൽ അഴുക്ക് പിടിച്ചു, കറ പിടിച്ചു, ചളി പിടിച്ചു, അതല്ലെങ്കിൽ കർട്ടൺ റോൾ ചെയ്യുന്ന സമയത്ത് പല്ലി അതും അല്ലെങ്കിൽ പാറ്റ മുതലായ ജീവികൾ വന്നിരുന്നിട്ട് കറ പിടിച്ചു, ഇനി അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ വന്നിരുന്നിട്ട് ഡോട്ട്സ് വീണു. ഇങ്ങനെ പല സംശയങ്ങളുമായിട്ട് പലരും വിളിക്കാറുണ്ട്. എന്തായാലും അതിനെല്ലാം ഒരു പരിഹാരം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ എങ്ങനെ വീട്ടിൽ വെച്ച് ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കർട്ടൺ ക്ലീൻ ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ശരിക്ക്. ഒന്ന്, നമുക്ക് ഈ കർട്ടൺ വിൻഡോൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒന്നുകൂടി നല്ലത് കർട്ടൺ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാനാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഷീറ്റ് ബെൻഡ് ആവാനും ഫോൾഡ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അഴിച്ചെടുക്കുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു, ഒന്നും കൂടി കാണിക്കാം. ഇങ്ങനെ കർട്ടൻ്റെ രണ്ട് എൻഡിൽ പിടിച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വലിക്കുക, ഈ താഴ്ഭാഗം ഇങ്ങനെ വലിക്കുക. വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന രീതി കൂടി കാണിക്കുക. ഈ ഫ്രണ്ട് ഭാഗം ഈ ക്ലാമ്പിൻ്റെ ഒപ്പം ഈ ഒരു രീതിയിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ബാക്ക് ഈ ഒരു ഭാഗത്ത് ശരിക്കും പ്രസ് ചെയ്ത് കൊടുത്താൽ ക്ലാമ്പിൽ കുടുങ്ങിയോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തും വേണം. അപ്പോൾ നമ്മൾ കർട്ടൺ ഇങ്ങനെ അഴിച്ചെടുത്തു. അഴിച്ചെടുത്തിട്ട് ഇനി നമുക്ക് താഴെ തറയിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തറയിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇനി അതല്ലെങ്കിൽ ചെറിയ ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും വെക്കാൻ പറ്റും. ഇത് നമുക്ക് വീഡിയോയിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പേന കൊണ്ട് കുട്ടികൾ പേന കൊണ്ട് ഒരു ഷീറ്റും ഒന്ന് ഒരു ലൈന് വരച്ചാൽ, ഇങ്ങനെ ഒരു ലൈന് വെച്ചാൽ നമ്മളത് സോപ്പ് പൊടി അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് ക്ലീനായി പോവില്ല. അതിന് ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പ്രേ. ഈ സ്പ്രേ അങ്ങനെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ക്ലോത്തിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ ഇങ്ങനെയാണ്. ഇതിൽ പേനയുടെ ഒരു ഇത് മാത്രമല്ല, ഇനി എന്തെങ്കിലും ചെറിയ ജീവികളുടെ കറ വീണാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ നല്ലത്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ അത് പോന്നു. സ്പ്രേ ഒഴിച്ചാൽ മാത്രമേ ഇങ്ങനെ എത്ര ക്ലീൻ ആയിട്ട് ഇത് പോരുള്ളൂ. നമ്മൾ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്താലൊന്നും ഇത്ര പെട്ടെന്ന് അത് ക്ലീനാക്കാൻ പറ്റൂല. ഇനി അതുപോലെ തന്നെ ഇതിൽ വെള്ളം കൊണ്ട് എത്ര ക്ലീൻ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. വെള്ളം നനഞ്ഞാൽ സീബ്ര കർട്ടന് ഒരു കംപ്ലൈൻറ്റും വരില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് കളറ് പിടിക്കാത്ത ഏതെങ്കിലും ക്ലോത്ത് ആവണം. വൈറ്റ്, ക്രീം ഇങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് മെറൂണ്, ബ്ലൂ ഇങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇതിൽ ഈ ക്ലോത്തിൻ്റെ ഈ ഒരു കളറ് ബ്ലൈൻഡ്സ്മ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ വെള്ളം വീണു, ഒന്നും ഒരു പ്രശ്നം വരാനില്ല. വെള്ളം എത്ര ആയാലും ഒരു കുഴപ്പം വരാനില്ല. ഇതിപ്പോൾ സാധാരണ ഒരു വെള്ളം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിക്കാം. സോപ്പ് പൊടി ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കാനില്ല, ഒരു പ്രശ്നം വരാനില്ല. ഇനി ഇങ്ങനെയൊന്നും ക്ലീൻ ചെയ്തിട്ട് പോവാത്തൊരു പൊടി, അതായത് വീട്ടിൽ വേറെ എന്തെങ്കിലും വർക്ക് നടക്കുന്ന സമയത്ത് കൂടുതൽ പൊടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർട്ടന് നേരെ പിടിച്ചിട്ട് നമ്മുടെ ഓസ് പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് ശരിക്കും പിടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല പൈപ്പ് പിടിച്ചെന്ന് വെച്ചിട്ട് കർട്ടന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോട്ടം വെയിറ്റ്, അതായത് കർട്ടൻ്റെ താഴെ വരുന്ന ഈ ഒരു വെയിറ്റ് അയച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൽ ചെറിയ രണ്ട് സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അയച്ചെടുത്താൽ ഈ അടിയിലെ താഴെ വരുന്ന ഈ ബോട്ടം വെയിറ്റ് അഴിച്ചെടുക്കാൻ പറ്റും. ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഓസ് പിടിച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. കർട്ടന് കംപ്ലൈൻ്റ് ഒന്നും സംഭവിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്രേ യൂസ് ചെയ്യാം, പകരം സാനിറ്റൈസറും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. കറകളൊക്കെ പിടിച്ച സ്ഥലത്ത് ഇങ്ങനെ സാനിറ്റൈസർ അടിച്ചിട്ട്
ഇങ്ങനെ തുടച്ചെടുത്താലും കറകളൊക്കെ പോരും. സാനിറ്റൈസർ അതല്ലെങ്കിൽ സ്പ്രേ, ഈ 2 സംഭവങ്ങളാണ് പേന കൊണ്ടുള്ള വര അല്ലെങ്കിൽ പ്രാണികൾ ഇരുന്നിട്ടുള്ള കറകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ നല്ലത്. പൊടി ചളി ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് തുടക്കുക. ഇനി വെള്ളം കൊണ്ട് തുടച്ചിട്ട് ക്ലീൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിക്കാനും പറ്റും. ഇത്രയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആവശ്യമുള്ള സംഭവങ്ങൾ. അതുകൊണ്ടാണ് വീട്ടിൽ വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളത് പറയാനുള്ള കാരണം. ചില ആളുകൾക്ക് ഇതിൽ വെള്ളം നനക്കാനും സോപ്പ് പൊടി ഉപയോഗിക്കാനൊക്കെ ഒരു പേടി ഉണ്ടാവും, ഇതിന് കംപ്ലയിൻറ്റ് വരുമോ എന്നുള്ളത്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റും വരില്ല. വെള്ളം നനച്ച് വിചാരിച്ചിട്ട് ഷീറ്റിന് കംപ്ലയിൻ്റ് ഒന്നും വരാൻ പോകുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഷീറ്റ് ബെൻഡ് ആവാൻ പാടില്ല. ഷീറ്റിന് ഫോൾഡിങ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലൈൻ അവിടെ കാണിക്കും. ആ ഫോൾഡിങ് പോയി കിട്ടാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും കർട്ടന് വിൻഡോമെന്ന് അഴിച്ചെടുത്തിട്ട് താഴെ ഫ്ലോറിലോ അല്ലെങ്കിൽ നല്ല ടേബിളിൻ്റെ മുകളിലോ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ഓക്കെ, എന്തായാലും ഇത്രയാണ് ഇപ്പോൾ കാണിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. എന്തായാലും മറ്റൊരു വിഷയമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.